2 വർഷമായിട്ട് പോകണമെന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങളിത് ഇപ്പോൾ പോണത്. ദൂരേക്കൊന്നല്ല, നമുക്കൊരു വട്ടം പോയാൽ പിന്നെയും പോകാൻ തോന്നിക്കുന്ന കേരളത്തിൻ്റെ വടക്ക് സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട്ടേക്കാണ് ഞങ്ങളീ പോണത്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ ലീവ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ട സന്തോഷം ലീവ് മൊത്തം നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലീ ഞങ്ങൾ ആദ്യം കൊണ്ടുപോയ സ്ഥലമാണ് ഇത് സംഗീത് കൂൾബാർ. ഓ മൈ ഗോഡ്, ഇവിടുത്തെ ഈ ഫലൂഡ കഴിക്കാൻ വേണ്ടി മാത്രം കോഴിക്കോട് പോയാലും ഒരു നഷ്ടമില്ല എന്നാണ് ഞാൻ പറയാം. അത്രയ്ക്ക് അടിപൊളിയാണ്. ഇവിടുന്ന് തന്നെ ഉണ്ടാക്കുന്ന ഐസ്ക്രീം വെച്ചിട്ടാണ് അവരിത് ഉണ്ടാക്കുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. അങ്ങനെ പിന്നെ ലീയുടെ ഒരു എനർജറ്റിക് ഡ്രൈവിന് ശേഷം ഞങ്ങൾ ലീയുടെ വീട്ടിലെത്തി. അവിടെ ചെന്നപ്പോഴത്തെ ആൻറ്റി അതിലേറെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഡിന്നർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചോറും ചെമ്മീൻ റോസ്റ്റും പിന്നെ ലൈവായിട്ട് വറക്കുന്ന അയല ഫ്രൈയും കാബേജ് ഉപ്പേരിയും മീൻ കറിയൊക്കെ കൂട്ടി നല്ലൊരു അടിപൊളി ഒരു ഡിന്നർ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും കഴിക്കാൻ തോന്നുന്നു, അത്രയ്ക്ക് ടേസ്റ്റാണ്. അങ്ങനെ പിന്നെ ഒന്ന് ഉറങ്ങി എണീറ്റിരിക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടായിരുന്നു. അപ്പവും ചിക്കൻ സ്റ്റൂവും, അതും നല്ല അടിപൊളിയായിരുന്നു. കോഴിക്കോടിൻ്റെ തനതായ രുചികളും സ്ഥലങ്ങളും കാണിക്കാൻ പറഞ്ഞപ്പോൾ ലീ ഞങ്ങൾ ആദ്യം കൊണ്ടുപോയ സ്ഥലമാണ് ഇത് സരോവരം ബയോ പാർക്ക്. ഇവിടുത്തെ വ്യത്യസ്തമുള്ള കാഴ്ചകൾക്ക് ശേഷം പിന്നെ ഞങ്ങൾ കുദാമാട്ട് കഫേയിലാണ് പോയത്. ഇവിടെ കാണാൻ നല്ല രസമാണ്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഉള്ളിലാണെങ്കിൽ ആൻറ്റിക്കായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെയാണ്, നല്ല രസമാണ്. പിന്നെ അവിടെ തന്നെ ഞങ്ങളൊരു ക്ലബ് സാൻഡ്വിച്ചും കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫേമസ് ആയിട്ടുള്ള ഈ മിൽക്ക് സർബത്തിൻ്റെ കടയ്ക്കാണ് പോയത്. ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തൊരു ടേസ്റ്റ് ആയിരുന്നില്ല. പിന്നെ അതാ കല്യാണ ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് തറവാട്ടിൽ പോയിട്ടാണ് ഞങ്ങൾ ബിരിയാണി കഴിച്ചത്. പിന്നെ ആബിദ് റഷീദിൻ്റെ സ്നാക്സും കഴിച്ചിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് വന്നിട്ട് പിന്നെ മിഠായി തെരുവിൽ പോയില്ലെങ്കിൽ പിന്നെ എന്താ അല്ലേ. അങ്ങനെ പിന്നെ ഒരു ഉച്ചയ്ക്ക് ഞങ്ങൾ മിഠായി തെരുവിൽ പോയിട്ട് പിന്നെ വൈകുന്നേരമാണ് അവിടെ നിന്ന് ഇറങ്ങണത്. ഇവിടെ പോയാൽ നമുക്ക് സമയം പോണതേ അറിയില്ല. കോഴിക്കോട് നിന്ന് എവിടെ നിന്ന് കഴിച്ചാലും അതിന് നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ മിഠായി തെരുവിൽ തന്നെ ഒരു ഷേക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു. 50 റുപ്പീസാണ് അതിൻ്റെ റേറ്റ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ബീച്ചിൽ വന്നു. ആദ്യം തന്നെ അത്രയൊക്കെ ട്രൈ ചെയ്തു. പിന്നെ ഞങ്ങളിത് ഫുഡ് കഴിക്കാനാണ് വന്നത്. കുറേ ഷോപ്സ് ഉണ്ടല്ലോ ബീച്ചിൻ്റെ അവിടെയായിട്ട്. നല്ല ടേസ്റ്റാണ് ഈ ഫുഡിനൊക്കെ. നമ്മളൊന്ന് കഴിച്ചിട്ട് നമ്മുടെ വയറ് ഫില്ലാവേയില്ല. എത്ര വേണമെങ്കിൽ നമുക്ക് പിന്നെയും കഴിക്കാൻ പറ്റും. അങ്ങനെ കാടമുട്ടയും പിന്നെ അതാ ഈ ഉപ്പിലിട്ട കുറേ സംഭവങ്ങളൊക്കെ കഴിച്ചു. ഈ ഒരു അച്ചാർ പോലെ ഇരിക്കുന്ന ഈ സംഭവമാണ് ഇതിൻ്റെയൊക്കെ ഹൈലൈറ്റ്. ഒന്ന് കഴിച്ചാലും നമ്മൾ വിചാരിക്കും ഒന്നേ കഴിക്കുള്ളൂ, പക്ഷേ വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഉപ്പിലിട്ടതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളതാ ഈ ഗ്രീൻ പീസും എഗ്ഗൊക്കെ കൂടിയുള്ള ഈ ഒരു ഐറ്റം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഐശ്വര്യതയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ എനിക്കൊരു സർപ്രൈസ് ആയിട്ടുള്ളൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. ഒരു ഡിക്കി ബർത്ത്ഡേ പാർട്ടി. സർപ്രൈസ് ആയില്ല എന്ന് മാത്രം. മുന്നേ ഫാമിലിയുടെ കൂടെ വന്നിട്ടുണ്ടെങ്കിലും അതുവരെ തോന്നാത്തൊരു രസമാണ് ഇപ്പോൾ തോന്നിയത്. എന്തൊക്കെയായിട്ട് കുറേ ചിരിച്ചു, എന്തൊക്കെ സംഭവിച്ചതെന്നറിയില്ല, കുറേ ചിരിച്ചു എന്ന് മാത്രം അറിയാം. അടിപൊളിയായിരുന്നു. പിന്നെയും നമുക്ക് കോഴിക്കോട് വരാൻ തോന്നുന്ന ഇവിടുത്തെ ആൾക്കാരൊരു ഹോസ്പിറ്റാലിറ്റിയും പിന്നെ എത്ര കഴിച്ചാലും മടുക്കാത്ത ഇവിടുത്തെ ഫുഡിൻ്റെ ഒരു ടേസ്റ്റുമാണ്. അങ്ങനെ ഒരിക്കലും മറക്കാത്ത ഒരു ബർത്ത്ഡേ ആയിരുന്നു എനിക്ക് അന്നത്തത്. പിന്നെ അതിനൊക്കെ ശേഷം ഞങ്ങൾ രാത്രി ഫുഡും കഴിച്ച് ഒരു ഷേക്കും കുടിച്ച് തിരിച്ച് വീട്ടിൽ പോയി. ഇത്ര നല്ലൊരു ഡേ ഞങ്ങൾക്ക് തന്ന ലീക്കൊരു ബിഗ് താങ്ക്സ്. താങ്ക് യു ലീ.